എന്തെങ്കിലും ഡൗട്ട് വാങ്ങി അവിടെ പിടിച്ചിട്ട് എന്നെ ചേച്ചി എന്ന് വിളിക്കരുത്, ഞാൻ ആദ്യം ഓടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിതേ നമ്മുടെ കുറച്ച് പിള്ളേരെയും കൊണ്ട് UK പോവാണ്. നമ്മളുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. അവിടെ എത്തിയിട്ട് ഇവർ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മള് ഇമിഗ്രേഷൻ. ഇപ്പൊ ഇവിടെയല്ല, നമ്മൾ അവിടെ ഇമിഗ്രേഷനിൽ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സ്റ്റുഡൻസിന് വേറെ തന്നെ ക്യൂ ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെ അതിനെ നേരിടുന്നു പറയണം. ഓക്കെ, നാട്ടിലേതാ കോഴ്സ് പഠിച്ചത് അറിയാലോ എല്ലാവർക്കും അല്ലേ? +2 എത്ര, ഏതൊക്കെ ഗ്രൂപ്പ്, ഏതൊക്കെയാന്നൊക്കെ അറിയാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് UK ചൂസ് ചെയ്യാനുള്ള കാരണം? യുകെന്റെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എന്നല്ല, ആക്ച്വലി ഇവർക്ക് അവിടെ തങ്ങണം അതിനാണ്. പക്ഷെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠനശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകുമോ ഇല്ലയോ? പോകുന്നെന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫണ്ട് ചെയ്തത് ആരാണ്? നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ പോകണമെങ്കിൽ ഇപ്പൊ നല്ല സാമ്പത്തികം വേണമല്ലോ, അതാരാണ് ചെയ്യുന്നത്? പാരന്റ്സ്. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പാരന്റ്സ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ചിലപ്പോൾ ചെക്ക് ചെയ്യും. എന്താണ് നിങ്ങൾ ഐ കോണ്ടാക്ടിൽ സംസാരിക്കുക. എന്തെങ്കിലും ഡൗട്ട് വാങ്ങി അവിടെ പിടിച്ചിട്ട് എന്നെ ചേച്ചി എന്ന് വിളിക്കരുത്, ഞാൻ ആദ്യം ഓടിയിട്ടുണ്ടാവും.